അധ്യായം 3. തിബിരിയാസ് കൈസരുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ പൊന്തിയോസ് പീലാത്തോസ് യഹൂദ്യനാട് വാഴുമ്പോൾ ഹെരോദാവ് ഗലീലയിലും അവന്റെ സഹോദരനായ ഫിലിപ്പോസ് ഇദൂര്യ ത്രിക്കോനത്തി ദേശങ്ങളിലും ലുസന്യാസ് അബിലേലയിലും ഇടപ്രഭുക്കന്മാരായും ഹന്നാവും കയ്യാഫാവും മഹാപുരോഹിതന്മാരായും ഇരിക്കും കാലം സെക്കരിയാവിന്റെ മകനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. അവൻ യോർദാനരികെയുള്ള നാട്ടിലൊക്കെ വന്ന് പാവമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്: കർത്താവിന്റെ വഴി ഒരുക്കുവൻ, അവന്റെ പാത നിരപ്പാക്കുവൻ. എല്ലാ താഴ്വരയും നികന്നു വരും, എല്ലാ മലയും കുന്നും താഴും. വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും. സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണും എന്നിങ്ങനെ യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. അവനാൽ സ്നാനമേൽപ്പാൻ വന്ന പുരുഷാരത്തോട് അവൻ പറഞ്ഞത്: സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതാർ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പേൻ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു. എന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പുരുഷാരം അവനോട് ചോദിച്ചു. അതിന് അവൻ: 2 വസ്ത്രമുള്ളവൻ ഇല്ലാത്തവനോട് കേട്ടെ, ഭക്ഷണ സാധനങ്ങൾ ഉള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ചുങ്കക്കാരും സ്നാനമേൽപ്പാൻ വന്നു. ഗുരു, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അവനോട് ചോദിച്ചു. നിങ്ങളോട് കൽപ്പിച്ചതിലധികം ഒന്നും പിരിക്കരുതേ എന്ന് അവൻ പറഞ്ഞു. പടത്തിനവും അവനോട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചതിന്: ആരെയും ബലാത്കാരം ചെയ്യാതെയും ചതിയായ ഒന്നും വാങ്ങാതെയും നിങ്ങളുടെ ശമ്പളം മതിയെന്ന് വെപ്പീനെന്ന് അവരോട് പറഞ്ഞു. ജനം കാത്തു വന്നു. അവൻ ക്രിസ്തുവൻ. എല്ലാവരും ഹൃദയത്തിൽ യോഹന്നാനെ കുറിച്ച് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ എല്ലാവരോടും ഉത്തരം പറഞ്ഞത്: ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു. അവന്റെ ചെരുപ്പിന്റെ വാറ് അഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. അവന് വീശുമുറം കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടുപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാതെ തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. മറ്റു പലതും അവൻ പ്രബോധിപ്പിച്ചുകൊണ്ട് ജനത്തോട് സുവിശേഷം അറിയിച്ചു. എന്നാൽ ഇടപ്രഭുവായ ഹെരോദാവ് സഹോദരന്റെ ഭാര്യ ഹെരോദി നിമിത്തവും ഹെരോദാവ് ചെയ്ത സകല ദോഷങ്ങൾ നിമിത്തവും യോഹന്നാൻ അവനെ ആക്ഷേപിക്കയാൽ അതെല്ലാം ചെയ്തത് കൂടാതെ അവനെ തടവിലാക്കുകയും ചെയ്തു. ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവുന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവുമുണ്ടായി. യേശുവിന് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. അവൻ യോസേഫിന്റെ മകൻ എന്ന് ജനം വിചാരിച്ചു. യോസേഫ് ഹേലിയുടെ മകൻ, ഹേലി മത്താത്തിന്റെ മകൻ, മത്താത്ത് ലേവിയുടെ മകൻ, ലേവി മെൽക്കിയുടെ മകൻ, മെൽക്കി എന്നായുടെ മകൻ, എന്നായി യോസേഫിന്റെ മകൻ, യോസേഫ് മത്തദ്യോസിന്റെ മകൻ, മത്തദ്യോസ് ആമോസിന്റെ മകൻ, ആമോസ് നാഹൂമിന്റെ മകൻ, നാഹൂം എസ്ലിയുടെ മകൻ, എസ്ലി നഗ്ഗായിയുടെ മകൻ, നഗ്ഗായി മയാത്തിന്റെ മകൻ, മയാത്ത് മത്തദ്യോസിന്റെ മകൻ, മത്തദ്യോസ് ശെമയുടെ മകൻ, ശെമൈ യോസേഫിന്റെ മകൻ, യോസേഫ് യോദയുടെ മകൻ, യോദ യോഹന്നാന്റെ മകൻ, യോഹന്നാൻ രേസയുടെ മകൻ, രേസ സെരോബാബേലിന്റെ മകൻ, സെരോബാബേൽ ശെലത്തിയേലിന്റെ മകൻ, ശെലത്തിയേൽ നേരിയുടെ മകൻ, നേരി മെൽക്കിയുടെ മകൻ, മെൽക്കി അദ്ദിയുടെ മകൻ, അദ്ദി കോസാമിന്റെ മകൻ, കോസാം എൽമാദാമിന്റെ മകൻ, എൽമാദാം ഏറിന്റെ മകൻ, ഏർ യോശുവിന്റെ മകൻ, യോശു എലിയേസറിന്റെ മകൻ, എലിയേസർ യോരീമിന്റെ മകൻ, യോരീം മത്താത്തിന്റെ മകൻ, മത്താത്ത് ലേവിയുടെ മകൻ, ലേവി ശിമയോന്റെ മകൻ, ശിമയോൻ യഹൂദയുടെ മകൻ, യഹൂദ യോസേഫിന്റെ മകൻ, യോസേഫ് യോനാമിന്റെ മകൻ, യോനാം എല്യാക്കീമിന്റെ മകൻ, എല്യാക്കീം മെല്യാവിന്റെ മകൻ, മെല്യാവ് മെന്നയുടെ മകൻ, മെന്ന മത്തത്തയുടെ മകൻ, മത്തത്ത നാദാന്റെ മകൻ, നാദാൻ ദാവീദിന്റെ മകൻ, ദാവീദ് ഇശായിയുടെ മകൻ, ഇശായി ഒബേദിന്റെ മകൻ, ഒബേദ് ബോവസിന്റെ മകൻ, ബോവസ് സൽമോന്റെ മകൻ, സൽമോൻ നഹശോന്റെ മകൻ, നഹശോൻ അമീനാദാബിന്റെ മകൻ, അമീനാദാബ് ആരാമിന്റെ മകൻ, ആരാം എസ്രോന്റെ മകൻ, എസ്രോൻ പാരേസിന്റെ മകൻ, പാരേസ് യഹൂദയുടെ മകൻ, യഹൂദ യാക്കോബിന്റെ മകൻ, യാക്കോബ് ഇസാഖിന്റെ മകൻ, ഇസാഖ് എബ്രാമിന്റെ മകൻ, എബ്രാം തേരകന്റെ മകൻ, തേരകൻ നാഹോറിന്റെ മകൻ, നാഹോർ സേരൂഗിന്റെ മകൻ, സേരൂഗ് രേഗുവിന്റെ മകൻ, രേഗു ഫാലേഗിന്റെ മകൻ, ഫാലേഗ് ഏബറിന്റെ മകൻ, ഏബർ ശലാമിന്റെ മകൻ, ശലാം കൈനാന്റെ മകൻ, കൈനാൻ അർഫക്സാദിന്റെ മകൻ, അർഫക്സാദ് ഷേമിന്റെ മകൻ, ഷേം നോഹയുടെ മകൻ, നോഹ ലാമേക്കിന്റെ മകൻ, ലാമേക്ക് മെഥൂശലയുടെ മകൻ, മെഥൂശല ഹാനോക്കിന്റെ മകൻ, ഹാനോക്ക് യാരേദിന്റെ മകൻ, യാരേദ് മലല്ലിയേലിന്റെ മകൻ, മലല്ലിയേൽ കൈനാന്റെ മകൻ, കൈനാൻ ഏനോസിന്റെ മകൻ, ഏനോസ് ശേത്തിന്റെ മകൻ, ശേത്ത് ആദാമിന്റെ മകൻ, ആദാം ദൈവത്തിന്റെ മകൻ.